കൊല്ലത്തുനിന്ന് തന്നെയുള്ള ഏറ്റവും വേദനാജനകമായ രണ്ടാമത്തെ വാർത്തയാണ്. വിഭജിക എൻ്റെ നിയോജക മണ്ഡലത്തിലെ നിന്നുള്ള കുട്ടിയാണ്. ഞാൻ ആ വീട്ടിൽ പോവുകയും ആ മാതാവിൻ്റെ ദുഃഖം നേരിട്ട് കാണുകയും അറിയുകയും ചെയ്ത ഒരാളാണ്. ക്രൂരമായ പീഡനമാണ് വിഭജിക ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അയാളൊരു സൈക്കോ ആണെന്ന് തോന്നുന്ന തരത്തിലാണ്. എനിക്ക് അയാളുടെ വിവിധ ചിത്രങ്ങളൊക്കെ ഈ മാതാവിന് മകൾ നേരത്തെ അയച്ചു കൊടുത്തത് എന്നെ ഒരു ഫോണിൽ കാണിക്കുകയുണ്ടായി. ഇപ്പോൾ അതുല്യയുടെ സംഭവത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത്, അതും ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, ക്രൂരമായ പീഡനമാണ് ലഹരിക്ക് അടിമയായ ഭർത്താവിൽ നിന്നും ആ സഹോദരി സഹിക്കേണ്ടി വന്നത്. അത് സഹിക്കവയ്യാതെ ജീവൻ ഒടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ അയാൾക്കെതിരായിട്ടുള്ള നടപടി ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനും ആ കുടുംബത്തിന് നീതി കിട്ടുന്നതിനും വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടി നടപടികൾ ആക്ഷൻ ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ നിലയിൽ ഞങ്ങളുടെ ജില്ലയിൽ, ഞാൻ കൊല്ലം ജില്ലയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MLA കൂടിയാണ്. തേവലക്കരയാണ് ഈ കുട്ടിയുടെ വീട്. അത് ചവറ നിയമസഭാ മണ്ഡലമാണ്. കൊല്ലത്ത് ജില്ലയിൽ തന്നെ കുണ്ടറയിലെ കേരളപുരത്താണ് വിഭജിക ഇത്തരത്തിൽ ഭർത്തൃപീഡനത്താൽ ജീവൻ ഒടുക്കേണ്ടി വന്നത്. തീർച്ചയായും അങ്ങേയറ്റം വേദനാജനകമാണ്. അടുപ്പിച്ച് ഇപ്പോൾ മിഥുൻ്റെ വാർത്ത ഉണ്ടാകുന്നതും അത് തൊട്ടടുത്ത് തന്നെയാണ്. അതും തേവലക്കര സ്കൂളിലെ കുട്ടിയാണ്. ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ അങ്ങേയറ്റം ദുഃഖകരമായ വാർത്തകൾ കേൾക്കാൻ മലയാളികൾ കഴിയുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ മലയാളി സമൂഹത്തിനുണ്ടാകുന്ന ദുഃഖവും കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്.